തോർത്തുമുണ്ട് തലയിലിട്ടിരിക്കുന്ന ലിൻസി എന്ത് ചെയ്യാൻ പോവാ? പാരാസെയിലിംഗ്. ചന്ദ്രികയോ അപ്പൊ എങ്ങനാ പൊളിക്കുമല്ലേ? ഐഷ്, എന്താ ഞങ്ങളുടെ റൂമിന്റെ ഒരു കോലം. നല്ല അടക്കവും ഒതുക്കുള്ള പെൺകുട്ടികളാന്ന് ഞങ്ങളുടെ റൂം കണ്ടാ പറയും അല്ലേ? അത് വിട്, ഈ വ്യൂ നോക്കിയേ. അയവ, പക്ഷെ വ്യൂ നോക്കി നിന്നാലേ ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്സാവും. ബ്രേക്ക്ഫാസ്റ്റ്. പിന്നല്ല, രാവിലെ തന്നെ ആ ഒരൊറ്റ ചിന്തയിലാ ഞങ്ങൾ രണ്ടുപേരും കണ്ണ് തുറക്കുന്നത് തന്നെ. ഇവിടെ തായ് ഫുഡും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു മെയിൻ. പിന്നെ ചായ, കോഫി, പല ടൈപ്പ് ജ്യൂസുകള്, തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ്, മറ്റേ തായ് സ്പെഷ്യൽ നൂഡിൽ സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഉണ്ട്. ഞങ്ങൾ ആവശ്യമുള്ളത് മാത്രം കഴിച്ച് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പട്ടായ സിറ്റി. സോ ദർശ്, നമ്മളിപ്പോ പോവാൻ പോണത് കൊഹ്ലാൻ. കൊഹ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറൽ, ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡ്. സോ വി ആർ ഗോയിങ് ടു കോറൽ ഐലൻഡ്. അവിടെ കുറെ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് കുറെ വാട്ടർ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളും, ഈ കോറൽ എന്താ പറയാ, കോറൽസ്, അണ്ടർ വാട്ടർ കോറൽസ് കാണാൻ പറ്റുന്ന അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഒരു കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ബോട്ടിലാണ് ആ ഐലൻഡിലോട്ട് എത്തത്തുള്ളൂ, സ്പീഡ് ബോട്ടിൽ. അപ്പൊ നമുക്ക് നോക്കാം. തോർത്തുമുണ്ട് തലയിലിട്ടിരിക്കുന്ന ലിൻസി. ഇവിടെ ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. അധികം വൈകാതെ ഈ അമ്മായി ഇട്ടോളും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ ടൂർ ഗൈഡ് ലിയോ തോർത്തെടുത്തിട്ടേ വരാവൂന്ന് പറഞ്ഞായിരുന്നു. കണ്ടോ, എല്ലാവരുടെ കഴുത്തിലും തോർത്തുണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താറായി. ലൈഫിൽ ആദ്യമായിട്ട് സ്പീഡ് ബോട്ടിൽ കയറുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാട്ടോ ദർശു. അങ്ങനെ നടന്ന് നമ്മൾ സ്പീഡ് ബോട്ടിന്റെ അടുത്തേക്ക് എത്തി. ദേ കിടക്കുന്നവനാണ് നമ്മുടെ ബോട്ട്. പട്ടായ സിറ്റിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഐലൻഡിലേക്ക് ബോട്ട് കയറി. ഇവര് നമ്മുടെ ഐലൻഡ് ടൂർ കോർഡിനേറ്ററാ. പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ദർശു, എന്ത് ചെയ്യാൻ പോവാ? അവള് ലൈഫിൽ ആദ്യമായിട്ടാട്ടോ പാരാസൈലിംഗ് ചെയ്യുന്നേ. ഇവളുടെ സന്തോഷമൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ദർശു ദേ ആകാശത്തേക്ക് പോവാണ് ഗൈസ്. ദേ പോയി. പാരാസൈലിംഗ് ആക്ച്വലി ലൈഫിൽ ഒരു വട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കണ്ടോ, കാലൊക്കെ ടാട്ടി കൈയൊക്കെ വീശി അവള് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഗോവയിൽ പോയ സമയത്ത് ഞാൻ പാരാസൈലിംഗ് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ പോയ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ് ചെയ്ത ഉടനെ ചില ആളുകൾക്ക് തല കറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻസ്ട്രക്ടർ അവളെ ഒന്ന് വട്ടം കറക്കിയിട്ട് വരുന്നത്. എങ്ങനെയുണ്ട് എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്താ എക്സ്പീരിയൻസ് എനിക്ക് നമ്മൾക്കൊരു പക്ഷിയെ പോലെ. അടുത്ത സ്പോട്ട് നമ്മൾ പോകുന്നത് കടലിന്റെ അടിയിലേക്കാ. ദേ ഹെൽമെറ്റ് ഒക്കെ വെച്ച്. ഈ ഹെൽമെറ്റിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവർ സപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് കടലിന്റെ അടിയിലൊക്കെ പോയിട്ട് മീനിനെയൊക്കെ കണ്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു വരാം. എല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തോണ്ടായിരിക്കണം. ചേച്ചി ഭയങ്കര സന്തോഷത്തിലാ. അങ്ങനെ നമ്മുടെ കപ്പിത്താൻ നമ്മുടെ സ്പീഡ് ബോട്ട് കരയ്ക്കടിപ്പിച്ചു. നേരത്തെ ഒരു കോറൽ ഐലൻഡിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ? യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ കൊഹ്ലാൻ. ഐലൻഡിന്റെ തെരുവുകളിലൂടെ ഞങ്ങൾ പാട്ടും പാടി നടന്നു. ചന്ദ്രികയോ ഓഹോ ഓഹോ അറബി പെൺകൊടി അഴകിൻ ആരിച്ച്. സ്ട്രീറ്റിന്റെ ഒരു വശത്ത് കടകളും മറുവശത്ത് കടൽ കാഴ്ചകളും കണ്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും. നടക്കുന്നതിനിടയിൽ ദേ ഈ ലേഡീനെ ശ്രദ്ധയിൽപ്പെട്ടു. അവര് നല്ല ചിൽഡ് തായ് ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങളും ഒന്ന് ഓർഡർ ചെയ്തു. ആദ്യം കുറച്ച് പാലൊഴിക്കും, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ഇടും. അത് കഴിഞ്ഞാൽ നല്ല ചൂട് തായ് ചായ് തിളപ്പിച്ചത് ഒഴിക്കും. അങ്ങനെ നമ്മുടെ ഐസ്ഡ് തായ് ചായ് റെഡി. താങ്ക് യു. തായ് ചായ് കൊള്ളാം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അങ്ങനെ ചിൽഡ് തായ് ചായയും ആസ്വദിച്ച് ഞങ്ങൾ തെരുവിലൂടെ നടന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. പിന്നൊന്നും നോക്കിയില്ല, ഞങ്ങൾ അവിടെ ഉള്ളൊരു കടയിൽ കയറി. നൈസായിട്ടൊരു തായ് പപ്പായ സാലഡും ചിക്കൻ വിങ്സും ഓർഡർ ചെയ്ത് കഴിച്ചു. അത്യാവശ്യം കഴിച്ച് വിശപ്പ് മാറിയെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചു നേരം ബീച്ച് സൈഡിലൊക്കെ ഒന്ന് പോയി ബീച്ചിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. തിരിച്ചു പോവാൻ ടൈമായപ്പോൾ നമ്മുടെ ഖോ ലാൻ എന്ന കോറൽ ഐലൻഡിനോട് യാത്രയും പറഞ്ഞ് ബോട്ടിൽ കയറി. നമ്മൾ അധികം വൈകാതെ പട്ടായ സിറ്റിയിൽ തിരിച്ചെത്തൂട്ടോ. എന്നാലുവേ ഒരു ശങ്ക, പിടിച്ചു നിൽക്കാൻ പാടാണ് ഗൈസ്. തിരിച്ചെത്തി ആദ്യം അന്വേഷിച്ചതൊരു ടോയ്ലറ്റാ. നമ്മുടെ ടൂർ ഗൈഡ് ലിയോ അപ്പതേ ഈ ബസ് കാണിച്ചു തന്നു. സംഗതി കൊള്ളാം. ഈ കാരവനിലൊക്കെ ഉള്ള പോലത്തെ ടോയ്ലറ്റ്. അത് ദർശു പറഞ്ഞത് കറക്റ്റാ. ഇതിനുള്ളിൽ ഭയങ്കര നീറ്റായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് ടയേർഡാണ്. നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടേ ലഞ്ച് കഴിച്ചിട്ടാവാൻ ബാക്കി. ലഞ്ചിന് നോർത്ത് ഇന്ത്യൻ ക്യുസൈൻ ആയിരുന്നു. വൈറ്റ് റൈസും ദാൽ തടക്കയും പനീർ ബട്ടർ മസാലയും കടായി ചിക്കനും നാനും പിന്നെ റൈത്ത, കുക്കുംബർ സാലഡ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം മനസ്സറിഞ്ഞു കഴിച്ചു. ആഫ്റ്റർ ലഞ്ച് നമ്മളിതേ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ആഹാ, എന്താ ഒരു വ്യൂ. നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ട്. എത്താറായി കഴിഞ്ഞാൽ ദേ ഇവര് നമുക്കൊരു ഹെൽമെറ്റ് തരും. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഞങ്ങളിതേ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോവാ. എന്തിനാണ് ഈ ഹെൽമെറ്റ് എന്നല്ലേ? ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിയമാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പോൾ ഈ പണിവസ്തുക്കൾ തലയിൽ വീണ് പണിയാവരുതല്ലോ, അതിനാണ് ഈ ഹെൽമെറ്റ്. ഓ മാൻ, ഇതാണ് നമ്മ പറഞ്ഞ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. കണ്ടാ പണി നടക്കണ കണ്ടാ? ഇതിപ്പോഴൊന്നും തീരില്ല. 2050 ഇതിന്റെ മുഴുവൻ പണി തീരൂന്നാണ് പറയപ്പെടുന്നത്. എന്ത് രസാലേ. പക്ഷേ ഈ വെയില് അതത്ര രസമില്ല. അതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് അകത്ത് കയറാൻ തീരുമാനിച്ചു. എന്താണിത്? ഇതിന്റെ ഒന്ന് പറഞ്ഞു തരാമോ? ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത് ആർക്കും അറിയാം. ആർക്കിടെക്ചർ അല്ലേ? അപ്പൊ ഈ ഗോത്തിക് സ്റ്റൈല്, പിന്നെ ഏതാ പേർഷ്യൻ സ്റ്റൈൽ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അടി മണ്ടി, ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ഇപ്പം ഏത് സ്ഥലത്താ? തായ്ലൻഡില്. അപ്പൊ ഇത് തായ്ലൻഡ് സ്റ്റൈലില്. അതാണോ ഇത് ഉദ്ദേശിക്കുന്നത്? ഞാൻ പഠിച്ചത് ആർക്കിടെക്ചർ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവളെന്നെ ഇൻസൾട്ട് ചെയ്യുന്നു ഗൈസ്. നിങ്ങൾക്കറിയോ ഇത് ഏത് ആർക്കിടെക്ചറാ? അറിയുന്നവർ കമന്റ് ചെയ്യണേ. ദ ഹോൾ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്. മരം കൊണ്ട് മാത്രം പണിതത്. എന്തിനു പറയണു, ഒരു ആണി പോലും ഇവർ യൂസ് ചെയ്തിട്ടില്ല. അകത്ത് കയറി ഉള്ളിലെ കൊത്തുപണികൾ കൂടി കണ്ടപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി. 2050 ഇതിന്റെ പണി തീർന്ന ഇത് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ആയിരിക്കും. ദേ നമ്മുടെ ആഗ്നമോൾക്ക് ഇവിടുന്ന് ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാങ്ച്വറി ഓഫ് ട്രൂത്തിനോട് യാത്ര പറഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക്, പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങളൊരു വഞ്ചിയിൽ കയറി യാത്ര തുടങ്ങി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നവയാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് കൂടിയാണ്. അങ്ങനെ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റായി. ഇരുവശത്തും പലതരത്തിലുള്ള കടകളാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ ഒത്തിരി സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. ദേ വേറൊരു സഞ്ചാരി. അങ്ങനെ വഞ്ചിയിൽ വന്ന ഞങ്ങളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അവസാനം കൊണ്ടിറക്കി. മാർക്കറ്റിന്റെ ഉൾവശം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളും പലതരത്തിലുള്ള ഷോപ്പിംഗ് വസ്തുക്കളുമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ നമ്മുടെ ഏരിയ കണ്ടു. ഈ ഫുഡ് ഐറ്റംസേ. തായ്ലൻഡിൽ വന്ന മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമല്ലയ്യ. പിന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങിയൊരു മാംഗോ സ്റ്റിക്കി റൈസ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. ഈ മാങ്ങയും ചോറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ദർശനയ്ക്ക് ഇതൊരു ഓക്കെ ഒരു വട്ടൊക്കെ കഴിക്കാം. ഇനി കുറച്ച് എക്സോട്ടിക് ഫുഡ് ഐറ്റംസ് ആവാം. തേള്, ചാണകപ്പുഴു, അങ്ങനെ സംഗതി പ്രോട്ടീനാ. പക്ഷെ വയറ്റിന് പിടിക്കുമെന്ന് അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ചിപ്സ് തിന്നണ പോലെ ആയിരിക്കും. ദേ ഇരിക്കുന്നു അടുത്ത മുതല്, ഐ മീൻ മുതല. കൂടുവെന്ന് നമ്മുടെ കൂടെ വന്ന് ജോണിച്ചേട്ടൻ ചോദിച്ചാ പിന്നെ എങ്ങനെ കൂടാതിരിക്കും. ഞാനും ട്രൈ ചെയ്തു. മുതലിറച്ചിയും കഴിച്ച് ഞങ്ങളെ നേരെ വിട്ടത് നമ്മുടെ പട്ടായയുടെ ചുവന്ന തെരുവിലേക്കാ.
ദ വാക്കിംഗ് സ്ട്രീറ്റ്. ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടാവും. നിയോൺ ലൈറ്റ്സിൽ തിളങ്ങി നിൽക്കുന്ന ഈ സ്ട്രീറ്റിന്റെ ഇരുവശത്തും നൈറ്റ് ക്ലബ്സും റെസ്റ്റോറൻറ്റും ഒക്കെയാ. എനിക്ക് ഈ മാസ്കും തൊപ്പിയൊന്നും ഇല്ലാതെ ഈ സ്ട്രീറ്റിലൂടെ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നമ്മുടെ ബോംബെ കാമാത്തിപുര റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേ സ്വഭാവമുള്ള ഒരു സ്ട്രീറ്റാണ് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. ഞങ്ങൾ അധികം അവിടെ കറങ്ങി നടക്കാതെ തിരിച്ച് റൂമിലേക്ക് ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഗുഡ് ബൈ ഫ്രം വേൾഡ് ഓഫ് വിൻസേ.